മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സാ പിഴവെന്നാണ് പരാതി. ബൈക്ക് അപകടത്തിൽ ഒടിഞ്ഞ കൈ ചികിത്സയ്ക്ക് ശേഷം വളഞ്ഞു എന്നാണ് ചാത്തങ്ങോട്ടുപുറം സ്വദേശി സുരേന്ദ്രൻ പരാതിപ്പെടുന്നത്. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രഭുദാസ് പറയുന്നു. ഗോകുൽ കെ വേണുഗോപാൽ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. ഗോകുൽ, അപ്പൊ ഇനി ആ കൈയുടെ വളവ് മാറ്റാൻ വേറെ ഓപ്പറേഷൻ വേണം അല്ലേ? തീർച്ചയായും ഹാഷ്മി, അതുതന്നെയാണ്. 6 മാസം മുമ്പാണ് ചാത്തങ്കോട്ടുപുറം സ്വദേശിയായിട്ടുള്ള സുരേന്ദ്രന് അദ്ദേഹത്തിന്റെ സ്കൂട്ടർ മറിയുന്ന സമയത്ത് കൈ കുത്തിയതിനെ തുടർന്ന് ഇടത് കൈയുടെ റുസ്റ്റിന് ഒരു തകരാറ് സംഭവിക്കുന്നത്. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു. 1 മാസത്തിലധികം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈ ഈ രീതിയിൽ വളഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് 2 കൈയും നോക്കിയാൽ കാണാൻ സാധിക്കും. 2 കൈയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. കൈ വളഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു കൈയുടെ നീളം കുറവായിട്ടും നമുക്കിവിടെ കൃത്യമായി അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ചികിത്സയ്ക്ക് ശേഷം ഇടത് കൈയുടെ നീളത്തിന് കുറവുണ്ട്. അതോടൊപ്പം തന്നെ 2 കൈയും ഒരു കൈ ബെൻഡായിട്ടുള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. നേരത്തെയൊക്കെ നന്നായി ജോലി ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ കൈയുടെ ബലത്തിന് കുറവ് സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സുരേന്ദ്രനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് ഒരു 6 മാസം മുൻപേ വണ്ടിയിൽ നിന്ന് ആക്സിഡന്റ് ആ വണ്ടി മറിഞ്ഞു എന്ന് കൈക്ക് കേടുപറ്റപ്പോൾ കൈ നേരെ മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജിൽ. അവിടുന്ന് അവർ ബാൻഡേജ് ഇട്ട് 2-3 ആഴ്ച അതുപോലെ ചെയ്തു, പറഞ്ഞയച്ചു. പിന്നെ 4-ാമത്തെ ആഴ്ച വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും കൈ പൊട്ടിക്കുക ചെയ്ത്. കൈ പൊട്ടിച്ചു. പിന്നെയാണ് അവർ പ്ലാസ്റ്റർ ഇട്ടു. കൈ പൊട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ആയത് വീണ്ടും വലിച്ചു വരികയോ? വീണ്ടും വലിച്ചു വരിയിട്ട് അവര് പിന്നെയാണ് ബാൻഡേജ് ഇട്ടത്. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിരുന്നു. എക്സ്റേ എപ്പോഴും എടുത്ത് കെട്ടി കഴിഞ്ഞിട്ടും കെട്ടിയതിന്റെ മുന്നേ ഒക്കെ ആയിട്ട് എക്സ്റേ എടുത്തു. അപ്പോഴൊന്നും അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതാക്കിയത്. എന്നതിന് ശേഷമാണ് ഈ 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം കൈ വീണ്ടും വേർപ്പെടുത്തിയതിന് ശേഷം വീണ്ടും അവർ ബാൻഡേജ് വെച്ച് റെഡിയാക്കിയത്. ആദ്യം നേരെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 3-ാമത്തെ പ്രാവശ്യമാണ് ചെന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടത്. ഈ പൊട്ടിച്ചതിന് ശേഷം പ്ലാസ്റ്റർ ഇട്ടത്. എന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നതിന് ശേഷം അവർ ബാൻഡേജ് പ്ലാസ്റ്ററൊക്കെ വെട്ടി ഒഴിവാക്കിയതിന് ശേഷം അവർ വീട്ടിൽ നിന്ന് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അത് കാണിച്ചു തന്നു. ഇന്ന മാതിരി തെറാപ്പി ചെയ്താൽ മതിയാറുണ്ട്. അല്ല, പുറത്തു പോയിട്ട് തെറാപ്പി ചെയ്യാനൊന്നും പറഞ്ഞില്ല. വേദനയുണ്ട്. എപ്പോഴും വേദനയുണ്ട്. ഇപ്പൊ കൈ ഒന്നിനും കഴിയില്ല. കാരണം ഒന്നിനും കഴിയില്ല. കാരണം നമുക്ക് കുളി ഏറ്റവും ചുരുങ്ങിയ തല തോർത്തൽ പിടിച്ചാൽ അതിന് പോലും എനിക്ക് കഴിയില്ല. ഈ ഒരു കൈ കൊണ്ടാണ് ശരിക്ക് ചെയ്യാൻ കഴിയും. പിന്നെ വെയിറ്റുള്ള ഒരു സാധനം എനിക്ക് എടുക്കാൻ കഴിയില്ല. ഹഷ്മി, സ്മിത അതുതന്നെയാണ്. നേരത്തെ നന്നായി ജോലികൾ ചെയ്തിരുന്നു. ഇപ്പോൾ തല തോർത്താൻ പോലും ആ കൈ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 6 മാസത്തിലധികമായി ഈ ദുരവസ്ഥ കൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നേരെയാവണമെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോയി വിദഗ്ധ ചികിത്സയുടെ ഭാഗമാകേണ്ടതുണ്ട്. ഇപ്പോഴും ആ കൈക്കകത്തു നിന്ന് വേദന ഉണ്ടാവുന്നു, പല രീതിയിൽ കൈ അനക്കുമ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും മഞ്ചേരി മെഡിക്കൽ കോളേജുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവിടെ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ അന്വേഷിക്കുമെന്നൊരു കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.